ശരി, ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. നിലവിലുള്ള തീർത്ഥാടകർക്ക് വെച്ചാൽ ശബരിമല 1-ാം തീയതിയോടനുബന്ധിച്ച് നട തുറന്ന് ദർശനത്തിന് വേണ്ടി തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അത് ഇന്നത്തെ കൂടിയുണ്ട്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലായിരിക്കണം അയ്യപ്പ സംഗമം നടക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അത് കൃത്യമായി പാലിച്ചു. 2, ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കണം സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ഹൈക്കോടതി നിഷ്കർഷിച്ചിരുന്നു. അത് കൃത്യമായി പാലിച്ചു. ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ വെള്ളമോ ഒന്നും ആ പ്രദേശത്ത് കാണാൻ കഴിഞ്ഞില്ല. കൃത്യമായി ഹരിത പ്രോട്ടോകോൾ പാലിച്ചിരുന്നു. 3ാമതായി അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് തികച്ചും സുതാര്യമായ സംവിധാനങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്ന കാര്യം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അത് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അനുമതി തരുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടും അവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ഒരാൾക്ക് പോലും ഒരു പരാതി, നിങ്ങളെല്ലാ മാധ്യമങ്ങളോടും എല്ലാവരും മൈക്കുമായിട്ട് എല്ലാവരും അടുത്ത് പോയി പല ഡെലിഗേഷനോട് അഭിപ്രായം ചോദിച്ചു. ശ്രീലങ്കയിൽ നിന്ന് വന്നവർ, കാനഡയിൽ നിന്ന് വന്നവർ, അമേരിക്കയിൽ നിന്ന് വന്നവർ, ബ്രിട്ടനിൽ നിന്ന് വന്നവർ, യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നവർ, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ വന്നവരോടൊക്കെ തന്നെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരാൾ പോലും ഒരു പരാതി വിദേശത്ത് നിന്ന് വന്നവരോ സ്വദേശത്ത് നിന്ന് വന്നവരോ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ അവിടുത്തെ PCC ഉപാധ്യക്ഷൻ വരെ പങ്കെടുത്തിരുന്നു. ഇന്ന് വാർത്ത വന്നിട്ടുണ്ട് പത്രത്തിൽ. അദ്ദേഹത്തോടും ചോദിച്ചു, ഒരു പരാതിയില്ല, എല്ലാം ഭംഗിയായി കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹവും സാക്ഷ്യപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് അവിടെ വന്ന ഭക്തജനങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവരോ ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്നവരോ കേരളത്തിൽ നിന്ന് വന്നവരോ വിദേശത്ത് നിന്ന് വന്നവരോ ആരും ഒരു പരാതി പറയാതെ പരാതിരഹിതമായ ഒരു അയ്യപ്പ സംഗമം പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് ലക്ഷ്യം വെച്ചപ്പോൾ ആ ലക്ഷ്യം അർത്ഥപൂർണ്ണമാകുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ സെമിനാർ സെഷനുകൾ മാറി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് ആളുകൾ എഴുന്നേറ്റ് പോയെന്നാണ് ചിലരുടെ പരാതി. ആ എഴുന്നേറ്റ് പോയത് പുറത്തേക്ക് പോയതല്ല, അവർ പ്രധാനമായി 3 സെഷനുകളായി പിന്നെ തിരികെയാണ്. പ്രധാനപ്പെട്ട ഓഡിറ്റോറിയത്തിൽ നിന്ന് മാറി വേറെ 2 ഓഡിറ്റോറിയം കൂടി ക്രമീകരിച്ചിരുന്നു. അതിലൊരു ഓഡിറ്റോറിയത്തിൽ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ IAS നേതൃത്വം നൽകുന്ന ഒരു സെഷനായിരുന്നു മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടത്. അത് പ്രധാന ഓഡിറ്റോറിയത്തിൽ. അതിൽ പങ്കെടുക്കുന്നവർ മാത്രമേ പിന്നെ അവിടെ ഇരിക്കേണ്ടതുള്ളൂ. മറ്റൊരു ഓഡിറ്റോറിയത്തിൽ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉപദേഷ്ടാവുമായിരുന്ന TK നായർ നയിച്ചിരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സെമിനാർ. മറ്റൊന്ന് മുൻ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ് നയിച്ചിരുന്നതാണ്. അതിലെല്ലാം പ്രത്യേകമായ പ്രഗത്ഭന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരും സാങ്കേതിക വിദഗ്ധരും ഇത് സംബന്ധിച്ച് പ്രത്യേകമായ അഭിപ്രായം പറയാൻ കഴിയുന്നവരുമായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നു. അതിൽ ഓരോ സെമിനാറിലേക്ക് ആർക്ക് താല്പര്യമുണ്ടോ അതിലേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഇടയ്ക്ക് വന്ന് 640 രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിലൊരു സെമിനാറിൽ പോകാൻ താല്പര്യപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ വിവിധ സെമിനാറിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായി പ്രധാനപ്പെട്ട ഓഡിറ്റോറിയത്തിൽ പിന്നെ നോക്കുമ്പോൾ ആദ്യ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആളും എന്നെ കാണില്ല, മറ്റേ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഇതാണ് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ചില പ്രചരണങ്ങൾ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ഈ അവസാനമായൊരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ ഈ 3 സെമിനാറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശബരിമലയുമായി ബന്ധപ്പെട്ട ഭാവി വികസന സങ്കല്പങ്ങളെ അവരെങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു എന്ന് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നു, ക്രിയാത്മക നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവിടെ ഈ ബന്ധപ്പെട്ട ആളുകൾ അവതരിപ്പിച്ചു. അവസാനം കൺക്ലൂഡിങ് സ്പീച്ച് നടത്തിയിരുന്ന ഞാനാണ്. അപ്പോൾ ആ കാര്യത്തിൽ അവരെല്ലാം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നാളുകളിൽ പ്രാവർത്തികമാക്കാൻ ഏത് തരത്തിൽ മുന്നോട്ട് നീങ്ങണം എന്നത് സംബന്ധിച്ച് കൂടിയാലോചിച്ച് ഒരു 18-അംഗ കമ്മിറ്റിയെ ആ സമ്മേളനം തിരഞ്ഞെടുത്തു, ആ സംഗമം തിരഞ്ഞെടുത്തു. ആ 18-അംഗ കമ്മിറ്റി ഈ വന്ന നിർദ്ദേശങ്ങളെല്ലാം എഴുതിത്തരുന്ന ഉൾപ്പെടെ പരിശോധിച്ച് ക്രോഡീകരിച്ച് പരിശോധിച്ച് എന്തൊക്കെ അതിൽ തീർപ്പാക്കണം എന്നുള്ളത് നിർദ്ദേശിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി എന്ന രൂപത്തിലാണ് അതിനെ തിരഞ്ഞെടുത്തത്. അത് കൃത്യമായി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് ഓരോന്ന് പരിശോധിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിലും ബഹുജന സമക്ഷം അത് അവതരിപ്പിക്കും. അത് സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് കാണാനുള്ള അവസരമുണ്ടാവും. അതിനുശേഷമായിരിക്കും അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ, നമ്മൾ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള തുടക്കം കുറിക്കുക. ഇത് കേവലം ഒരു പ്രചരണത്തിന് വേണ്ടി സംഘടിപ്പിച്ച സംഘവുമല്ല. അവിടെ വന്നിട്ടുള്ള ഫലപ്രദമായ ക്രിയാത്മക നിർദ്ദേശങ്ങളും പശ്ചാത്തല വികസന സൗകര്യങ്ങളും ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കുക എന്ന ആത്യന്തിക ലക്ഷ്യവും നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന രൂപത്തിൽ തന്നെ പിന്നീട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതാണ് പൊതുവിൽ നിർദ്ദേശിക്കാൻ. അതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ഈ ഒഴിഞ്ഞ കസേരകൾ AI നിർമ്മിതിയാണെന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്? അല്ല, അത് ഇപ്പോൾ അദ്ദേഹം ഈ കാര്യം നേരത്തെ തന്നെ ഉള്ളടക്കം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വിശദീകരിച്ചു, കൃത്യമായി നമ്പർ സഹിതമാണ് ഞങ്ങൾ പറഞ്ഞത്.
ആ ഒഴിഞ്ഞ കസേരകൾ എടുത്തത് ഞങ്ങൾ നേരിൽ കണ്ടതാണ്. ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പേ ചില കൂട്ടർ വന്നത് എടുത്തുകൊണ്ട് പോയിട്ട് അത് കൊടുത്തു തുടങ്ങിയത് പിന്നെ അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികം. ഒരു തുടക്കഘട്ടത്തിൽ ആദ്യം കുറേ എണ്ണം വരും. അതിൻ്റെ തുടക്കം ആരംഭിക്കുന്ന ഞാൻ ഓരോ ടൈം വെച്ച് ഞാൻ പറഞ്ഞല്ലോ. 9:55 എത്തുമ്പോൾ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിൽക്കുന്ന രൂപത്തിലേക്ക്, ഭക്തർ നിൽക്കുന്ന സ്ഥലത്തേക്ക് 8 മണിക്കും 7:30 മണിക്കും എടുത്തവർക്ക് ഇങ്ങനെ ഉണ്ടാവും. അത് വെച്ചൊരു പ്രചരണം നടത്തി രാഷ്ട്രീയപരമായിട്ട് അതിനകത്ത് പല സംഘവിധ താല്പര്യങ്ങളുണ്ടാവും. അതിനൊന്നും ഞങ്ങൾ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർ ചെയ്യട്ടെ. പക്ഷേ സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തിയവർ ഇന്നലെ ലാസ്റ്റിൽ ഒരു മാധ്യമം ആ രൂപത്തിൽ സംബന്ധിച്ച് കൃത്യമായി കാര്യങ്ങൾ, കണക്കുകൾ സംസാരിക്കുന്ന ഞാൻ കേട്ടു. അപ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ച മാധ്യമങ്ങളുമുണ്ട് ഭൂരിപക്ഷം. അവരാരും ഇന്നത്തെ മാധ്യമങ്ങൾ പത്രങ്ങളെടുത്തു, എല്ലാ പത്രങ്ങളിലും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. കൃത്യമായി ആ ഓഡിയൻസിൻ്റെ പടം സഹിതം കൊടുത്തിട്ട് അതിനെക്കുറിച്ചൊരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. ഈ വെള്ളാപ്പള്ളിക്കൊപ്പം മുഖ്യമന്ത്രി ഇറങ്ങിയത് അതിനെ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അതിലൊരു വിമർശനത്തിൻ്റെ കാര്യമില്ല. കാരണം അവിടെ താമസിച്ചിരുന്ന സ്ഥലം പമ്പ PWD ഒരു റെസ്റ്റ് ഹൗസാണ്. അവിടെ മറ്റേ അദ്ദേഹവും വന്നിരുന്നു. ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഏതാണ്ടൊരു 100 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു കയറുന്നതിന് പകരം അദ്ദേഹവും കൂടെ സ്വാഭാവികമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ വന്ന ഒരേ ലക്ഷ്യത്തിൽ വന്ന ആളുകളാണ് രണ്ടുപേരും, സംഗമത്തിൽ പങ്കെടുക്കാൻ. അവിടെ വരുന്ന ഇറങ്ങുന്നതിന് എന്താ ഒരു കുഴപ്പം? അതിനകത്ത് വേറെ ഒരു അപകടം എന്താ? ഒറ്റ ഉദ്ദേശമല്ലേ ഉള്ളൂ, അയ്യപ്പ സംഘവും. രണ്ടുപേരും ഇതിന് വന്നോ, അതിന് വേറെ അപകടത്തിൽ കാണേണ്ട കാര്യം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഭക്തനാണെന്നുള്ളതാണ്. ഇന്നലെ രമേശ് ചെന്നിത്തല തിരിച്ചു ചോദിക്കുന്നു, മുഖ്യമന്ത്രി തന്നെ, പിണറായി തന്നെ അത് പറയട്ടെ, ഭക്തനാണോ ഇല്ലയോ എന്നുള്ളത്. ശബരിമല യുവതി പ്രവേശനമൊക്കെ നടത്തി, അത് തെറ്റായി പോയി, അത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പിണറായി പറഞ്ഞോ എന്നുള്ളതാണ് ചെന്നിത്തലയുടെ ചോദ്യം. ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ ആ വിമർശകർക്കും എല്ലാം തികഞ്ഞ രാഷ്ട്രീയ ദുഷ്ടരാക്കും അതിനനുസരിച്ചുള്ള പ്രതികരണമാണ് വരുന്നത്. ഇവിടെ ഈ അംഗീപ സംഘം സംഘടിപ്പിച്ചതിന് മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനോ ദേവസ്വം ബോർഡിനോ രാഷ്ട്രീയ ദുഷ്ടരാക്കില്ലെന്ന് മാത്രമല്ല, ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ആത്യന്തികമായ ലക്ഷ്യം മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ അവർ ശ്രമിച്ച് ഇതിനെ വിവാദമാക്കാൻ പറ്റുമെന്ന് പല രൂപത്തിൽ പരിശ്രമിച്ചു, അസംബ്ലി വരെ പരിശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വിഷമങ്ങൾ ഓരോ തരത്തിൽ അവർ തീർത്തുകൊണ്ടിരിക്കുക. ആ വിഷമങ്ങൾ ഇങ്ങനെ ഈ നമ്മൾ പറയല്ലേ, കുശുമ്പിനും അസൂയയ്ക്കും മരുന്നില്ല, കഷണ്ടിക്കൊന്നും മരുന്നില്ല. ആ രൂപത്തിൽ ഇല്ല. അദ്ദേഹത്തിന്റെ നിലപാടും എപ്പോഴും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ സംസാരിച്ചത് നിങ്ങളും കേട്ടതാണ്. എല്ലാം വളരെ അളന്നു തൂക്കി, വളരെ ശാസ്ത്രീയമായിട്ട് എന്താണ് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഭംഗിയായി, മനോഹരമായി, അത് മനസ്സിലാകുന്ന ഭാഷയിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതിനെ മറ്റൊരു രൂപത്തിൽ ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല, തെറ്റായ രൂപത്തിൽ. യെസ്, മൂന്ന് വിഷയങ്ങളിലായിരുന്നു പാനൽ ഡിസ്കഷൻ. ഒന്ന്, മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി 1033 കോടി രൂപയുടെ പ്രോജക്റ്റാണ് 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുക. അത് സംബന്ധിച്ച് സാനിറ്റേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സഞ്ചാരയോഗ്യമായ പാതയുടെ പ്രശ്നമുണ്ട്, അമ്യൂണിറ്റി സെൻറ്റർ നിർമ്മിക്കുന്നതിൻ്റെ വിഷയങ്ങളുണ്ട്, ഇപ്പോൾ ഉള്ള കെട്ടിടങ്ങൾ ഏതൊക്കെ തരത്തിലേക്ക് മാറ്റണമെന്നുള്ളതുണ്ട്, അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നം സംരക്ഷിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാനാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് വളരെ ശാസ്ത്രീയമായി തന്നെ പഠനം നടത്തിയാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയിട്ടുള്ളത്. വിദഗ്ധരൊക്കെ പരിശോധിച്ചു അഭിപ്രായം പറഞ്ഞു. അവരത് പ്രസൻറ്റ് ചെയ്തപ്പോഴും വളരെ നമുക്ക് ഭംഗിയായി മനസ്സിലാകുന്ന രൂപത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുണ്ടായി. ആ പ്രസൻറ്റേഷൻ തന്നെ അവിടെ ഇരുന്ന ആൾക്കൊക്കെ വളരെ ഒരു ഹൃദയസ്പർശിയായി മാറുന്ന രൂപത്തിലായിരുന്നു അവരുടെ പ്രസൻറ്റേഷൻ. അതുകൊണ്ടാണ് നല്ല പ്രതികരണങ്ങൾ അതിനെ സംബന്ധിച്ച് ആ സെമിനാറുകളിൽ നിന്ന് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുടെ അഭിപ്രായം പറയാൻ കയറി വന്നത് എല്ലാത്തിനെക്കുറിച്ചും. ഒന്നത് ഞാനിതൊന്ന് ഈ ചോദിച്ചിട്ട് രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇതിനെ മാറ്റാം.